സ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ? ഞാൻ ഫസ്റ്റ് ടൈം അതിനകത്ത് കയറുന്നു. അതെ, 2:30 തുടങ്ങും. 2:30 അതെന്ന് ഒരു ക്ലാസ് കഴിയുന്നത് നമ്മുടെ 1:30 to 2:30 വരെയാണ്. അപ്പൊ 2:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഒരു 2-3 മിനിറ്റിന് ഉള്ളിൽ അടുത്ത ടീച്ചർ കയറും. അപ്പൊ വന്നിട്ടുണ്ട് ടീച്ചർ. ഓക്കെ ഓക്കെ. താങ്ക് യു. Hi, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. English ആണ്. ഓക്കെ മാം. ഓക്കെ. ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ മാം, ക്ലിയർ. ഓക്കെ. ക്ലിയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് എടുത്തിരുന്നേ? ഇംഗ്ലീഷ് സെന്റൻസ് ആയിരുന്നോ? ഓക്കെ. അത് ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ഓ യെസ്, റെഡി മാം. ഓക്കെ, നമുക്കിന്ന് പാർട്സ് ഓഫ് സ്പീച്ച് എടുക്കാം. ഇന്നത്തെ ടോപ്പിക് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ ആരെങ്കിലും? വേർഡ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസ്സസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലാസ്സസ്. അതിന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച്. All word in the English language belongs to a word class called the parts of speech. അല്ലെ? ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ വാക്കുകളെയും ആ ഓരോ വാക്കും ചെയ്യുന്ന ഫംഗ്ഷൻ അനുസരിച്ച് 8 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലേ? അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അല്ലേ? അപ്പോ ഈ 8 കാറ്റഗറി ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, noun, then pronoun, verb, adjective, adverb, preposition, conjunction and interjunction. അല്ലേ? There is also another word class called determiner. ഒരു പൊതുവെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയണേ, എന്നാലും ചിലര് ഒരു 9 പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ലേ? അതിലൊരെണ്ണമാണ് ഡിറ്റർമിനേഴ്സ്.
അല്ലെ? നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ? ഓക്കെ മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി. ശരി. ഫസ്റ്റ് ക്ലാസ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, തുടങ്ങാൻ നമുക്ക് നൗൺ തുടങ്ങാൻ നോക്കാം. ആദ്യം നൗൺ നോക്കാം അല്ലെ? ഓക്കെ, നൗൺ. നൗൺ എന്നാല് മലയാളത്തിൽ എന്താ പറയാ? നാമം എന്ന് പറയും നെയിം അല്ലേ? അപ്പൊ എന്താ പറയാ? നൗൺ ഈസ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ദാറ്റ് യൂസസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, തിങ് ഓർ കോൺസെപ്റ്റ് അല്ലേ? ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആനിമലിന്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ അവസ്ഥയോ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു നെയിമിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ക്ലിയർ ആവുന്നെങ്കിൽ പറയണേ. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയാൻ ഇപ്പോ സാം. സാം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ പേരല്ലേ സാം അല്ലെ? അതുപോലെ മുംബൈ. മുംബൈ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേര്. അതുപോലെ ബുക്ക്. ബുക്ക് ഒരു വസ്തുവാണ്, ഒരു തിങ് അല്ലേ? ക്യാറ്റ്, അനിമൽ. പോപ്പോ. പോപ്പോ എന്ന് ഒരു കോൺസെപ്റ്റ് അല്ലേ? ഒരു ഫീലിങ്സോ അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ആണ് ഹോ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. എന്തോ ഇല്ല മിസ്. സൗണ്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ. കേട്ടില്ല. കട്ടായി പോകുന്നുണ്ട്. എന്തോ സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും നന്ദിയോ? ഭയങ്കര എരപ്പ് പോലെ, എരപ്പ്. അതാരോ അഡ്മ്യൂട്ട് ചെയ്തിട്ടാണെന്ന്. അപ്പൊ നൗൺ മനസ്സിലായോ? മനസ്സിലായി മിസ്. യെസ് മാം. One sec. One second, eh? ഓക്കെ, അപ്പൊ നൗൺ മനസ്സിലായോ എല്ലാവർക്കും? യെസ് മാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ റിവർ എന്ന് പറയണതോ? റിവർ എന്തുവാ? ഒരു നൗൺ ആണ് അല്ലെ? റിവർ നൗൺ ആണ്, ഒരാളുടെ പേര് നൗൺ ആണ് അല്ലെ? അപ്പൊ ഇതില് നൗണിൽ തന്നെ കൈൻഡ്സ് ഓഫ് നൗൺ എന്ന് പറയാം. ഇപ്പൊ എത്ര നൗൺസ് ഉണ്ട്? പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട് അല്ലെ? കോൺക്രീറ്റ് നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കോമ്പൗണ്ട് നൗൺ, സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ അല്ലെ? ഇത്രയും നൗൺസ് ഉണ്ട്.
ഇതൊക്കെ നമുക്ക് ഓരോന്നോരും ഞാൻ നോക്കാം. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ? Proper noun is the name of a particular person or place. അപ്പൊ എന്താ, ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ നെയിമിനെയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്ലേസിനുള്ള നെയിമിനെയോ ആണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോ മാം ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴോ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴോ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോ നമുക്കിപ്പോ എന്താ ഗേൾ എന്ന് പറയുമ്പോ എല്ലാവരും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണല്ലേ ഗേൾ. അപ്പൊ അതിനുള്ള ഇപ്പൊ എന്റെ പേര് അശ്വതി, അല്ലെ? അതൊരു പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ പേരും പ്രോപ്പർ നൗൺ ആണ്, അല്ലെ? അതേപോലെ തന്നെ കൺട്രി എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ, കൺട്രീസ് നമുക്ക് ഒരുപാട് കൺട്രീസ് ഉണ്ടാവില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു കൺട്രി നമ്മൾ പറയുമ്പോ അതിന്റെ പേര് നമ്മൾ പറയണ്ടേ? ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോ അതൊരു കൺട്രിയാണ്, അല്ലെ? അപ്പൊ അതൊരു കൺട്രിയുടെ പേരായതുകൊണ്ട് അതൊരു പ്രോപ്പർ നൗൺ ആണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു പെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല, അപ്പൊ പെറ്റ്സിന് പേരിടില്ലേ? ആ പേരും പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ഈ പെർട്ടിക്കുലർ നെയിമിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺ ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണ് മാം. Next, common noun. Common noun is the name given in common to every person, thing or animal. അല്ലെ? കോമൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാലേ കോമൺ യൂസ് ചെയ്യാറുള്ളത് കോമൺ അല്ലേ? എല്ലാവർക്കും കോമൺ ആയ വേർഡ്സ് ഒരു നൗൺ ആണ് കോമൺ നൗൺ, അല്ലെ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഗേൾ, ഇപ്പൊ വുമൺ, മെൻ, ബോയ്, ഇതൊക്കെ കോമൺ ആണ്. കോമണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെ? അവർക്കൊക്കെ ഒരു പെർട്ടിക്കുലർ നെയിം ഇടുമ്പോഴാണ് അത് പ്രോപ്പർ നൗൺ ആവുന്നത്, അല്ലെ? അപ്പോ കോമൺ നൗൺ എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്തൊക്കെയാ? ഗേൾ പറയാം, കൺട്രി പറയാം, അല്ലെ? ഡോഗ് പറയാം, ക്യാറ്റ്, അല്ലെ? ശരിയല്ലേ? ക്ലിയർ ഇല്ലേ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, അപ്പൊ അതിനൊക്കെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്, അല്ലെ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഇതില് മായ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, അല്ലെ? കാരണം അവിടെ ഗേൾ എന്നോ വുമൺ എന്നോ പറയുന്നില്ല, കാരണം ഒരു പെർട്ടിക്കുലർ നെയിം ആണ് പറയുന്നത്, അല്ലെ? അപ്പോ അത് നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഇംഗ്ലീഷോ പ്രോപ്പർ നൗൺ ആണോ? Common. കോമൺ ആണോ? കോമൺ നൗൺ അല്ല. ഇംഗ്ലീഷിലെ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അല്ലേ? ഇപ്പൊ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജസ് നമ്മുടെ വേൾഡിലുണ്ട്, അല്ലെ? അപ്പൊ അതിലൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പോ അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, അല്ലെ? മലയാളം ഒരു പ്രോപ്പർ നൗൺ ആണ്, ഹിന്ദി ഒരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ്. സച്ചിൻ ഈസ് മൈ ഫേവറേറ്റ് ക്രിക്കറ്റർ, അല്ലെ? അപ്പൊ അതില് പ്രോപ്പർ നൗൺ ഏതാ? Sachin. ഓക്കെ, ക്രിക്കറ്റർ എന്ന് പറയുമ്പോ കോമൺ നൗൺ, അല്ലെ? അതിലും ഓപ്ഷൻ ഉണ്ടല്ലോ മാം, ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനൊക്കെ ഓപ്ഷൻ ഇല്ലേ? അപ്പൊ അത് പ്രോപ്പർ നൗൺ ആവൂലേ? ഇല്ല, ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ തന്നെ കോമൺ നൗൺ ആണ്. ഒരു ഗെയിം അല്ലേ ഇത്? അതിലെ പ്ലെയേഴ്സിന്റെ പേര് പറയുമ്പോഴാണ് അതൊരു പ്രോപ്പർ നൗൺ ആവുന്നത്, അല്ലെ? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നത് സച്ചിൻ ക്രിക്കറ്റർ അല്ലേ? ഇപ്പൊ പ്രോപ്പർ നൗൺ അല്ലേ? അതിൽ ഒരു പ്ലെയേഴ്സ് കൂടുമ്പോ എന്താണ് ഒരു ഗെയിമിന്റെ പേരല്ലേ ക്രിക്കറ്റ്? അതിന് ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, അല്ലെ? അതൊക്കെ ഇപ്പൊ കോമൺ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കോമൺ നൗൺ ആണ് അതൊക്കെ. അതുപോലെ മൈ സൺ ഈസ് എ ഡോക്ടർ. സൺ എന്ന് പറയുന്നോ കോമൺ നൗൺ ആണല്ലേ? Common. ഡോക്ടറും കോമൺ നൗൺ. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? Yes, ma'am. കുറച്ച് എക്സാമ്പിൾസ് കാണും ഇനി.
എക്സാമ്പിൾസ് എന്തെങ്കിലും വേണോ? പറയൂ. വേണ്ട. വേണ്ട. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് കോൺക്രീറ്റ് നൗണിലേക്ക് പോവാം. ഓക്കെ, concrete noun is something you can observe one of the 5 senses. നമുക്ക് 5 senses ഉണ്ട്. നമ്മുടെ 5 senses ഏതൊക്കെയാ? Touch, hear, see, taste, smell. അല്ലേ? 5 സെൻസ് ഉണ്ട് നമുക്ക്. ഇതിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നൗണിനെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. Excuse me, ma'am. Can't see that. സ്ക്രീനിൽ കാണുന്നില്ല നോട്ട്സ്. ഓക്കെ, അല്ല പറഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാ, കുഴപ്പമില്ല. ഓക്കെ, a concrete noun is something you can observe one of the 5 sense. സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാവുന്ന നൗണിനെയാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചെയർ, ബുക്ക്, പെൻ, ബിൽഡിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഒന്നുകൂടെ പറയാമോ? നമുക്ക് തൊടാനും കേൾക്കാനും കാണാനും സ്മെൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ആ നൗണിനെയൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ചെയർ നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, അല്ലെ? അതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺ. നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നത് കോൺക്രീറ്റ് നൗൺ ആണ്. ഫോൺ കാണാൻ പറ്റും, ബുക്ക്, ഇതൊക്കെ നമുക്ക് കോൺക്രീറ്റ് നൗൺ അല്ലേ? ഇപ്പോ ക്ലിയർ അല്ലേ ഇപ്പോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഡെഫിനിഷനോ അതൊന്നും നോക്കാണ്ട് ജസ്റ്റ് മനസ്സിലാക്കുക ആദ്യം എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് മനസ്സിലാക്കുക. ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കാനോ അങ്ങനെ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ക്ലിയർ. ഇപ്പൊ കോൺക്രീറ്റ് നൗൺ നമുക്ക് മനസ്സിലായില്ലേ? ഇല്ല ഇല്ല മാം, മനസ്സിലായി. നെക്സ്റ്റ്, abstract noun. abstract noun എന്ന് വെച്ചാല് കോൺക്രീറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? കാണാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാനോ ഒന്നും പറ്റില്ല. ഓക്കെ, abstract noun is you can observe one of the 5 senses but we can feel. It can be emotions or feelings. Emotions or feelings ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. അതാണ് abstract noun. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, honestly, hope, childhood, truth, freedom, happiness ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അവരുടെ സാധനം ഉണ്ടെന്ന് അറിയാൻ പറ്റും, അല്ലേ? അതൊക്കെയാണ് abstract noun. എക്സാമ്പിൾ നോക്കാം. I wish you peace and happiness. എന്താ abstract nouns ഏതൊക്കെയാ? Peace and happiness. Peace and happiness. Okay. Jane is very curious about the result. അതിലേതാ? Curious. Curious. Okay. The ego is the biggest enemy of success. Go. Ego. Okay. He is telling the truth to us. Truth. Try to control your emotions. Emotion. Emotions. അപ്പൊ abstract noun എന്താണെന്ന് മനസ്സിലായല്ലോ? Yes, ma'am. Clear. Next noun, collective noun. A noun, collective noun is a group of object, person, thing, animal, etc. എന്നുവെച്ചാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിനെ പറയുന്ന noun ആണ് collective noun. ഒരു കൂട്ടം ഒബ്ജക്റ്റ് നോട്ട് തരില്ലേ? ഓക്കെ, ഈ നോട്ട് എന്തായാലും തരും. ഇപ്പൊ നിങ്ങൾ കാണുന്ന നോട്ട് നിങ്ങൾക്ക് എന്തായാലും തരും. എന്തായാലും ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുമ്പോ അത് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നീട് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, ബൈഹാർട്ട് ചെയ്യാണ്ട് കുറച്ചുകൂടെ നമ്മ മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. ഇംഗ്ലീഷ് കുറച്ചുകൂടെ എളുപ്പം.
അപ്പൊ കളക്റ്റീവ് നൗൺ എന്താ? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്. പേഴ്സണോ ഒക്കെ ആവാം. നിങ്ങൾക്കത് എക്സാമ്പിൾ കാണുമ്പോ തന്നെ മനസ്സിലാവണില്ലേ കളക്റ്റീവ് നൗൺ എന്താണെന്ന് അല്ലെ? ഒരു കൂട്ടം മെമ്പേഴ്സ് ഉള്ള ഒരു വീട്ടിലിപ്പോ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ എന്താ പറയാ? ഫാമിലി അല്ലെ? ഫാമിലി എന്നല്ലേ പറയുള്ളൂ. അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മ ഓരോരുത്തരും പറയാതെ നമ്മ ഫാമിലി അല്ലേ? അപ്പൊ അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പോ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ടീം എന്ന് പറയും അല്ലെ? അതിന്റെ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളത് നമ്മ ആ ക്ലാസ് എന്ന് പറയും അല്ലെ? അപ്പൊ മനസ്സിലായി, ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റോ പേഴ്സൺസോ തിങ്സോ അനിമൽസോ ഉള്ളതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. Okay. This class is going to the assembly right now. അതില് കളക്റ്റീവ് നൗൺ ഏതാ? Class. ക്ലാസ്. Okay. He bought a bunch of flowers for her. ബഞ്ച്. The flock of birds flew in formation. ഫ്ലോക്ക്. Okay, clear ആണോ? ഈ നൗൺ ക്ലിയർ ആണോ? Yes, ma'am. ഡൗട്ട് ഒന്നുമില്ലല്ലോ? സിമ്പിൾ ആയിട്ടാ പഠിപ്പിക്കണം അല്ലെ? സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ അല്ലേ? ടഫായിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൺവേ ആവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? Okay. Then material noun. Material noun is the name of matter or substance of which things are made. We can see and touch, which is used to make things. It can be either countable or uncountable. Okay. Material noun എന്ന് പറയുന്നത് അളക്കാനോ തൂക്കാനോ കഴിയുന്ന ഒരു നൗണാണ്. ബട്ട് ചിലത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ചിലത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് മറ്റു വസ്തുക്കൾ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോ പേപ്പർ, എഗ്, സ്റ്റാൻഡ്, വാട്ടർ, ഓയിൽ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ കുറെ മെറ്റീരിയലൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടും, പിന്നെ കുറെ പ്ലാന്റ്സിൽ നിന്ന് കിട്ടും, പിന്നെ അല്ലാണ്ട് നമ്മ മാൻമേഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, ഈ മെറ്റീരിയലിന്റെ വേർഡ് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. മെറ്റീരിയൽ എന്താ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മെറ്റീരിയൽ ഒക്കെ അല്ലേ? എനിക്ക് ഈ മെറ്റീരിയൽ എന്ന് പറയാറ് അല്ലേ? നോൺ മിസ്റ്റർ, ഈ മെറ്റീരിയലിന്റെ സ്പെല്ലിങ് ഈ സെയിം സ്പെല്ലിങ് തന്നെ MA ആവാറുണ്ടല്ലോ സാധാരണ. ആ മെറ്റീരിയൽ അല്ലല്ലോ ഇത്? കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മെറ്റീരിയൽ നോൺ ഫ്രം ദ നേച്ചർ എന്നാണ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, അത് നോട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിടക്കാം. ഓക്കെ, ഇവിടെ മെറ്റീരിയൽ നോൺ ഫ്രം ദി നേച്ചർ, നേച്ചറിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് വാട്ടർ, ഓയിലില്ല, വാട്ടർ, സാൻഡ്, ഗോൾഡ്, സിൽവർ, അതൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. കോപ്പർ, റെയിൻ അല്ലെ, അതൊക്കെ മെറ്റീരിയൽസ് ആണ് അല്ലെ? അതൊക്കെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അനിമൽസിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് കിട്ടും. അതൊക്കെ എന്തൊക്കെയാ? എഗ്, മീറ്റ്, ഹണി അല്ലെ, മിൽക്ക്, ഇതൊക്കെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് അല്ലേ? ഇത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ അല്ലെ? അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് കിട്ടും. അതാണ് കോട്ടൺ, നമ്മുടെ ഡ്രസ്സൊക്കെ കോട്ടൺ അല്ലെ? കോട്ടൺ, വുഡ്, ജൂട്ട്, കോഫി, ഇതൊക്കെ പ്ലാന്റ്സിന് കിട്ടുന്ന അല്ലേ? പിന്നെ കുറച്ച് മാൻമേഡ് ഉണ്ട്, മെറ്റീരിയൽ നോൺ ഫ്രം മാൻമേഡ് എന്ന് വെച്ചാൽ നമുക്ക് സിമെന്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണം, ഗീ, ബട്ടർ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ ബട്ടർ, നെയ്യ്, ഗീ ഒക്കെ അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസിനെ നമുക്ക് മെറ്റീരിയൽ നോൺ എന്ന് പറയാം. മെറ്റീരിയൽ നോൺ ക്ലിയർ ആണോ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് ആ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് വേറെ വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സാൻഡ് ഉപയോഗിച്ച് നമുക്ക് പല പല സാധനം ഉണ്ടാക്കാം, ഗോൾഡ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഒരുപാട് തിങ്സ് നമുക്ക് അവരുടെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് മെറ്റീരിയൽ നോൺ എന്നൊക്കെ പറയാം. ക്ലിയർ ആണോ?
Clear അല്ലേ? Yes, ma'am. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദിസ് ഫോൺ ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. ഇവിടെ ഏതാ മെറ്റീരിയൽ ആണ് വരുന്നത്? Plastic. പ്ലാസ്റ്റിക് അല്ലേ? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഇവിടെയോ വാട്ടർ. മെറ്റീരിയൽ നൗണിന്റെ കുറച്ച് വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ് മെറ്റീരിയൽ നൗണിൽ പെടുക എന്നൊക്കെ ഞാൻ എക്സാമ്പിൾ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വേർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവേണ്ടത് മെറ്റീരിയൽ നൗൺ ഏതാണെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഏതാ? ഹി നീഡ്സ് എ ഷീറ്റ് ഓഫ് പേപ്പർ. അതിപ്പോ എന്ത് വരും? പേപ്പർ. Paper. ഓക്കെ, മെറ്റീരിയൽ നൗൺ മനസ്സിലായോ ഇപ്പോ? Yes, ma'am. Then countable noun. അതൊക്കെ മനസ്സിലാവല്ലോ അല്ലേ? എണ്ണാൻ പറ്റുന്നു. കൗണ്ടബിൾ എന്താ? എണ്ണാൻ പറ്റുന്നത്. നമുക്കിപ്പോ കാണുന്ന എന്തും എണ്ണാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ ആണ് അല്ലെ? ഒരേ ടൈമില് ഒരു സാധനത്തിന് പല പല നൗണുകളുടെ അടിയിൽ പെടാൻ പറ്റുമോ? ഇൻക്ലൂഡഡ് ആവാൻ പറ്റുമോ? മനസ്സിലായില്ല എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പെന്ന് എന്ന് പറയുന്നത് അത് കൗണ്ടബിൾ നൗണും പിന്നെ വേറൊരു നൗണും കൂടി ആവാൻ പറ്റുമോ? അത് പറ്റും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അത് എന്തോ ഏത് നൗണിലാണ്? ഫസ്റ്റ് നൗണിലല്ലേ? കോൺക്രീറ്റ് നൗണൊക്കെ പെന്നിൽ പെടും. കാരണം കാണാനും തൊടാനൊക്കെ പറ്റുമല്ലോ. അതൊക്കെ കോൺക്രീറ്റ് നൗണിൽ പെടും. ഓക്കെ, അതാണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലെ? ഇത് കൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്കെല്ലാം ഇപ്പോ പറഞ്ഞ പോലെ കോൺക്രീറ്റ് നൗൺ പറഞ്ഞ പോലെ കാണാനും തൊടാനും നമ്മുടെ 5 സെൻസ് ഉപയോഗിച്ച് കാണാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നൗണും കോൺക്രീറ്റിൽ പെടും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു സെന്റൻസ് എന്നിട്ട് അതിൽ കോൺക്രീറ്റ് നൗൺ ഏതാന്നായിരിക്കാം. മനസ്സിലായോ? അപ്പൊ അത് ചിലപ്പോൾ പെന്നുണ്ടാവാം. ഇപ്പൊ നിങ്ങൾക്ക് പെൻ എഴുതാം. വേറെ ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൗണ്ടബിൾ നൗൺ ഏതാന്നായിരിക്കാം. അതിന് ചിലപ്പോൾ പെന്നുണ്ടാവും ഓപ്ഷനില്. അപ്പൊ പെൻ എഴുതാം. മിസ്റ്റേക്സ് ഒന്നും വരില്ല. ക്ലിയർ അല്ലേ? രണ്ടും ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇത് അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ അറിയാലോ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് അൺകൗണ്ടബിൾ അല്ലെ? വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റില്ല. ഓയിൽ, മിൽക്ക് അല്ലേ? പറഞ്ഞ പോലെ അൺകൗണ്ടബിൾ. കൂടുതലും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? Yes, ma'am. ക്ലിയർ ആണോ? ക്ലിയർ. Next, compound noun. Compound noun is two or more words that comes together. രണ്ടോ അതിൽ കൂടുതലോ വാക്കുകളോ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാക്കുന്ന നൗൺ ആണ് കോമ്പൗണ്ട് നൗൺ. അതായത് ഇപ്പോ കപ്പ് ഒരു വേർഡാണ്, കേക്ക് ഒരു വേർഡാണ്. രണ്ടും കൂടി ചേരുമ്പോഴാണ് കപ്പ് കേക്ക് എന്നൊരു വേർഡ് കിട്ടുന്നത് അല്ലേ? അതെ. അതേപോലെ ടൂത്ത്, പേസ്റ്റ്, ഇത് രണ്ടും രണ്ട് വേർഡാണ്. അത് രണ്ടും ഒന്നിച്ചാകുമ്പോ ടൂത്ത് പേസ്റ്റ് ആയി. അപ്പൊ അത് കോമ്പൗണ്ട് നൗൺ ആയി. വാട്ടർഫോൾ, ഓക്കെ, ഇതൊക്കെ കോമ്പൗണ്ട് നൗണിൽ പെടും. അപ്പൊ രണ്ടോ ഇതിൽ കൂടുതലോ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നൗൺ ആണ് കോമ്പൗണ്ട് നൗൺ. ക്ലിയർ അല്ലേ? Yes, ma'am. നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് സിംഗുലർ നൗൺ. സിംഗുലർ നൗൺ എന്താ? A noun that denotes one person or a thing is singular in numbers. That is single. ഇപ്പോ സിംഗുലർ എന്ന് പറയുമ്പോൾ സിംഗിൾ ആണല്ലോ അല്ലേ? ഒരു പേഴ്സണെയോ ഒരു തിങ്കിനെയോ കാണിക്കുന്ന നൗൺ ആണ് സിംഗുലർ നൗൺ. അതായത് ബോയ്, ഗേൾ, ഒരാളിന് ഒറ്റ. സിംഗുലർ എന്ന് വെച്ചാൽ എന്താ? ഏകവചനം. One. ഏകവചനം. അറിയാലോ. അപ്പൊ ബോയ്, ഗേൾ, കൗ, ബുക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡിക്ലേർഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? പറഞ്ഞോളൂട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ അടിക്കണ്ട. റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗൺ എന്താ? ബഹുവചനം. അതും അറിയാലോ. A noun that denotes more than one person or thing is plural. അല്ലേ?
ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാരെ കാണിക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും? ആൺകുട്ടികൾ അല്ലെ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പശുക്കൾ അല്ലെ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ അതിന് ഉപയോഗിക്കണാണ് പ്ലൂറൽ. ബോയ്സ്, ഗേൾസ്, കൗസ്, ബുക്സ്, പെൻസ് എക്സെട്ര അല്ലെ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എല്ലാവരും? യെസ് മാം. അപ്പൊ നൗൺ ക്ലിയർ അല്ലേ? നൗൺ കഴിഞ്ഞു. പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺ കഴിഞ്ഞു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? No, ma'am. നോട്ട്സ് ഒക്കെ തരാം കേട്ടോ. നോട്ട്സ് എന്തായാലും അയച്ചു തരുവേ. PDF ആട്ടോ അയച്ചു തരും. അന്ന് ആ മിസ് എടുത്ത ഗ്രാമറിന്റെ ബെൻഡിങ് ഇതാ ക്ലാസ്സാ മാം ഇത്? ആ കഴിഞ്ഞ മിസ് ഏതാ എടുത്തേ? ഏത് ടോപ്പിക്കാ എടുത്തേ? സെന്റൻസ് അയ്യോ, അതിന്റെ അതന്നെ, അതിന്റെ കണ്ടിന്യൂ അല്ല, ഇത് വേറെ തന്നെ ചാപ്റ്റർ. കണ്ടിന്യൂഷൻ ഇപ്പോ ആമസ് ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവും ക്ലാസ്സില്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്രാമർ നോക്കാം. ഓക്കെ, ഗ്രാമർ എല്ലാവർക്കും ക്ലിയർ ആണ്? ഇപ്പൊ പറഞ്ഞെല്ലാം ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഗ്രാമറിലേക്കാ പോണേ. ഇപ്പൊ ഗ്രാമർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഗ്രാമർ ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? മാം, ഇത് വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതാണോ? വായിച്ച് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടത് ഇപ്പൊ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നോട്ട്സ് ഞാൻ തന്നെ നോട്ട്സ് ഒക്കെ നോക്കുമ്പോ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് കുറച്ച് ബാക്കി എല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ചെല്ലായിട്ടാണ്. അപ്പൊ ഇങ്ങനെ വായിച്ച് പഠിക്കാൻ പറ്റുന്നതാണോ? ഇത് വായിച്ച് പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നും അതിന്റെ ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നൗൺ ഇപ്പൊ കഴിയാറായി. നെക്സ്റ്റ് പ്രോണൗൺ ആണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പ്രോണൗൺ എന്താണെന്ന് നോക്കാം. അപ്പൊ 8 പാർട്സ് ഓഫ് സ്പീച്ചും ഏകദേശം കഴിയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോ സെക്കൻഡ് ക്ലാസ് ആണോ? രണ്ടാമത്തെ ക്ലാസ് ആണ് ഇംഗ്ലീഷ് ആണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ് ആണോ? എന്തോ മിസ്സിന് ഇത് രണ്ടാമത്തെ ക്ലാസ്സാ? എന്റെ ഇത് ഫസ്റ്റത്തെ ക്ലാസ്സാ. നിങ്ങൾക്ക് ഇത് ഫസ്റ്റത്തെ ക്ലാസ് തന്നെ, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ മാം. അപ്പൊ ഇതിക്ക് മുന്നേ ഒരു മിസ് എടുത്തിരുന്നില്ല. അത് ഏത് പോർഷൻ ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാം, കഴിഞ്ഞ പോർഷൻ സെന്റൻസ് കംപ്ലീറ്റ് ആയോ? അത് ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? മിസ് എടുത്തത് മനസ്സിലായോ? സെന്റൻസ് ക്ലിയർ ആണോ? പറയാവോ ഒന്നുകൂടെ? എന്തോ മിസ്സേ, അതിന്റെ ബാക്കി നോട്ടായിട്ട് എഴുതിയാൽ മതിയോ ഇത്? മതി കുഴപ്പമില്ല. മതി. അതിനകത്ത് അപ്പൊ സെന്റൻസ് ക്ലോസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതി ഇതെന്തായാലും PDF ആണ് അയച്ചു തരും. ജസ്റ്റ് പ്രിന്റ് എടുത്തോ മേലെ വെച്ചാലും മതിയാവും. അർച്ചന മിസ് പഠിപ്പിച്ചതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതിയോ നോട്ടും കാര്യങ്ങളും എല്ലാം? മതി. ഇനിയിപ്പോ അർച്ചന മിസ് ഉണ്ടാവില്ല, ഞാനേ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങനെ പോവാം. ഓക്കെ മിസ്. മെറ്റീരിയൽ നോൺ ഒന്നുകൂടി പറഞ്ഞുതരാവോ? എന്തോ മെറ്റീരിയൽ നോൺ ഒന്നുകൂടി പറഞ്ഞുതരാവോന്ന്? മെറ്റീരിയലിനോട് ഇപ്പോ നമുക്ക് ഈ ഇത് നമുക്ക് എന്താ മെറ്റീരിയൽ അപ്പോ നമുക്ക് അളക്കാനും തൂക്കാനും പറ്റും. ഇപ്പൊ നമുക്ക് ഇപ്പോ എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂല അല്ലെ? ഒരു വസ്തു ഇപ്പൊ ഒരു എന്താ ഗോൾഡോ എന്തെങ്കിലും എടുക്കുമ്പോ നമുക്കത് അളക്കാൻ ചിലപ്പോ പറ്റും, തൂക്കി നോക്കാനോ ഒക്കെ പറ്റും നമുക്ക്. പക്ഷെ അത് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല. പക്ഷെ ഗോൾഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ബാംഗിൾസ് ഉണ്ടാക്കാം, റിംഗ് ഉണ്ടാക്കാം അല്ലെ, ഇയറിംഗ്സ് ഉണ്ടാക്കാം അല്ലെ? അപ്പൊ ഈ വസ്തുവിലൂടെ നമുക്ക് വേറെ തിങ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഗോൾഡ് നമുക്ക് എണ്ണാൻ പറ്റാത്ത ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോ
എഗ് ഒരു മെറ്റീരിയൽ ആണ്. അത് നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ് ഈ എഗ്. ആണോ? അത് നമുക്ക് എണ്ണാൻ പറ്റും. എണ്ണാൻ പറ്റില്ലേ? വേണം പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാനും പറ്റും അല്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇപ്പോ മറ്റു ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാനും പറ്റും. അതായത് അളക്കാനും തൂക്കാനും കഴിയുന്നത്. എന്നാൽ ചിലത് കൗണ്ട് ചെയ്യാനും പറ്റാത്തതുമായ നൗണാണ് മെറ്റീരിയൽ നൗൺ. നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മളിത് ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ തരാം. ഇപ്പോ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഇപ്പൊ എന്തൊക്കെയാ? ഇപ്പൊ നേച്ചറിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് കിട്ടും? നേച്ചർ പ്രകൃതിയിൽ നമുക്ക് എന്തൊക്കെയാ പ്രകൃതി പ്രൊവൈഡ് ചെയ്യണം? നേച്ചർ അത് നേച്ചർ അല്ല, അത് പ്ലാന്റ്സ് അല്ലേ? ഇപ്പൊ വാട്ടർ, റെയിൻ, റോക്ക്, അതൊക്കെ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഹണി, മിൽക്ക്, എഗ്, ഹണി, ഇതൊക്കെ നമുക്ക് അത് വെച്ചിട്ട് വേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും പറ്റും അല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എക്സ്ക്യൂസ് മീ മാം, പെൻ മാൻമെയ്ഡ് ആണല്ലോ, അപ്പൊ അത് മെറ്റീരിയൽ നൗണിൽ വരത്തില്ലേ? പെൻ ഹാൻഡ്മെയ്ഡ് ആണ്. ഓക്കെ, അത് മെറ്റീരിയൽ നൗണിൽ വരത്തില്ല. മാൻമെയ്ഡിൽ വരും. മാൻമെയ്ഡിൽ വെക്കാം. കാരണം പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതാണ് പെന്നല്ലോ. പെന്ന് മാൻമെയ്ഡ് ആണ്, നമുക്ക് ഉപയോഗിക്കാം, ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ എ നൗൺ അല്ലേ മാം? എന്തോ? ഇറ്റ്സ് ഓൾസോ എ നൗൺ. നൗൺ ആണ്. അതെ. ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയലിന്റെ എന്തെങ്കിലും എക്സാമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും വേണോ? മെറ്റീരിയൽ നൗണിന്റെ വേണം. മാം നോട്ട് തരുമ്പോഴത്തേക്കിനും അതിനകത്ത് തന്നാ മതി. ഓക്കെ, ആഡ് ചെയ്താൽ മതിയാവില്ലേ? ഇപ്പൊ മാൻമെയ്ഡ്, ഇപ്പൊ പെന്ന് പറഞ്ഞ പോലെ ഞാൻ ആഡ് ചെയ്താൽ മതിയില്ലേ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ? കുറച്ച് തന്നാ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പോർഷൻ ക്ലിയർ അല്ലേ? കോമ്പൗണ്ട് നൗൺ എന്ന് പറയാം. കോമ്പൗണ്ടോ? കോമ്പൗണ്ട് എന്താ? രണ്ട് വാക്കുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വാക്ക് കിട്ടില്ലേ? അല്ലേ? അതിന് ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞേ, കപ്പ്. കപ്പ് ഒരു വാക്കാണ്. അതേപോലെ തന്നെയാണ് കേക്കും ഒരു വാക്കല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോ എന്തായി? കപ്പ് കേക്ക്. കറക്റ്റ് അല്ലേ? അത് ഒരു വീട്, അത് കോമ്പൗണ്ട് ആണ്. അത് ടൂത്ത് പേസ്റ്റ്, രണ്ടും രണ്ട് വാക്കുകളാണ്. രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോ നമുക്കൊരു വേർഡ് കിട്ടിയില്ലേ? അതാണ് കോമ്പൗണ്ട് ആണ്. ഇപ്പോ കേക്ക് ഷോപ്പ് എന്ന് പറയുമ്പോ ഒന്നിച്ചാകുമ്പോ ഒരു വീട് കിട്ടില്ലേ? എന്ത് വീടാ? കേക്ക് ഷോപ്പ്. ഫ്ലവർ പ്ലസ് വേസ്, ഫ്ലവർ വേസ്, അതൊക്കെ വരില്ലേ മാം കോമ്പൗണ്ട് നൗണില്? ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. ഫ്ലവർ പ്ലസ് വേസ്, ഇപ്പൊ ഫ്ലവർ വേസ് അത് ഒരു കോമ്പൗണ്ട് നൗണിന് എക്സാമ്പിൾ അല്ലേ? അതെ, രണ്ട് വാക്കുകൾ ചേരുമ്പോ ഒരു വേർഡ് ആയില്ലേ? അപ്പൊ കോമ്പൗണ്ട് ആയി. ഫ്രഞ്ച് ഫ്രൈസ്, സ്കൂൾ ടീച്ചർ, കേക്ക് ഷോപ്പ്, ഇതൊക്കെ കോമ്പൗണ്ട് നൗൺ ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? യെസ് മാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ ആയില്ലേ? ക്ലാസ് എങ്ങനെയുണ്ട്? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണോട്ടാ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. മാം, ഇത് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കേണ്ടതാ അതോ നമ്മൾ എഴുതി ഓരോന്ന് പോയാ മതിയോ? PDF ഫയൽ ശരിയായിരിക്കും. പിന്നെന്താ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് നോക്കിയാലോ? അപ്പൊ മാം, മെറ്റീരിയൽ നൗണില്ലേ, മെറ്റീരിയൽ നൗണിന്റെ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് നോട്ട് തരില്ലേ? അത് ഞാൻ തരുന്നത്.
അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയണ്ടേ? ഗ്രാമർ നിങ്ങൾക്ക് മൊത്തത്തിൽ പഠിക്കണ്ടേ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നോക്കിയാലോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ ആണ് എല്ലാവരും? റെഡിയാണോ? കുറച്ച് സംസാരിച്ചു നോക്കാം പരസ്പരം. എന്തോ പറഞ്ഞു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഒരു ക്ലാസ് ഗ്രാമറും ഒരു ക്ലാസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കൂടെ നോക്കാം. റെഡി അല്ലേ? ഓക്കെ മാം. റെഡിയാണ് മാം. ഓക്കെ, മാം ഇപ്പൊ പറഞ്ഞ എല്ലാം കൂടെ ഒരു ബ്രീഫ് നോട്ട് ആയിട്ടൊന്ന് പറയാമോ? ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പറയാമോ? ഓക്കെ. ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് നമുക്ക്. അതിൽ ഒരെണ്ണമാണ് നൗണ് അല്ലെ? ആ നൗണാണ് നമ്മിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാണ് നൗൺ, എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ അതാണ്. അപ്പോ നൗണ് എന്ന് വെച്ചാല് ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ അനിമലിന്റെയോ എന്തെങ്കിലും ഒരു പേരാണ് നൗൺ. ഒരു കോൺസെപ്റ്റിന്റെയോ ഒക്കെ പേരാണ് നൗൺ. ഓക്കെ. ഇപ്പോ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോ എന്താ റിവർ, അതൊക്കെ ഒരു നൗണാണ്. ക്യാറ്റ്, പിന്നെ ഒരു വ്യക്തിയുടെ പേര്, ഇതൊക്കെ നൗണാണ്. ഓക്കെ, അതൊക്കെ നൗണാണ് കേട്ടോ. പിന്നെ അതിൽ വരുന്നതാണ് പ്രോപ്പർ നൗൺ. ഇപ്പൊ ഈ നൗണിൽ തന്നെ പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, കോൺക്രീറ്റ് നൗൺ ഉണ്ട്, ആബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, countable noun, uncountable noun, compound noun, singular noun, plural noun. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓരോ നൗൺസ് ക്ലിയർ അല്ലേ? ഇനി പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാല് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വസ്തുവിന് പ്രോപ്പർ ആയിട്ട് ഒരു നെയിം കൊടുക്കില്ല നമ്മ. അതിപ്പോ ഒരു വസ്തുവാവാം, എന്തും ആവാം. ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ നെയിം കൊടുക്കുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഇപ്പൊ എന്റെ പേര് അശ്വതി. എന്റെ പേര് അശ്വതി. അപ്പോ അതൊരു പെർട്ടിക്കുലർ നെയിം ആണ് അല്ലേ? അതൊരു പ്രോപ്പർ നൗൺ ആണ്. അതേപോലെ തന്നെ ഇപ്പോ ലാംഗ്വേജില് പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഓരോ ലാംഗ്വേജസിനും നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, ഹിന്ദി അല്ലെ? അപ്പൊ പെർട്ടിക്കുലർ നെയിം കൊടുത്താല് അതൊക്കെ പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? പ്രോപ്പർ നൗൺ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ എന്താ? നമുക്ക് കാണാനും നമ്മുടെ സെൻസ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അതാണ് കോൺക്രീറ്റ് നൗൺ. ഓക്കെ. അതിപ്പോ എന്തും ആവാം, ചെയർ ആവാം, ബുക്കാവാം, പെന്നാവാം അല്ലെ? നമ്മൾ ഫോൺ ആവാം, എല്ലാവരും കോൺക്രീറ്റ് നൗൺ ആണ്. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതൊക്കെ കോൺക്രീറ്റ് നൗൺ ആണ് കേട്ടോ. അത് ക്ലിയർ അല്ലേ? ജസ്റ്റ് നിങ്ങൾ 3 മനസ്സിലാക്കിയാൽ മതി, ഒരുപാട് ചിന്തിക്കണ്ട. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ. നമുക്ക് ഗ്രാമർ അല്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ. ഒരുപാട് ചിന്തിച്ച് കുറെ ചിന്തിച്ച് കൺഫ്യൂഷനേ വരുള്ളൂ. സിമ്പിൾ ആയിട്ട് പഠിക്കാം. വലിയ ടെൻഷൻ അടിക്കാതെയോ അധികം ഓവറായിട്ട് ചിന്തിക്കാണ്ട് സിമ്പിൾ വേർഡ്സിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ. ആബ്സ്ട്രാക്ട് തന്നെ മീനിങ് തന്നെ മനസ്സിലാക്കി നമുക്ക് ഈ നമ്മൾ എന്താന്ന് വരെ മനസ്സിലാവും. അബ്സ്ട്രാക്ട് എന്താ കാണാൻ പറ്റില്ല അല്ലെ? അതെ, അതാണ് ആബ്സ്ട്രാക്ട്. സിമ്പിൾ ആയിട്ട് പറയാം. അത് നമുക്ക് ചില ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ? ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ഈ ചൈൽഡ്ഹുഡ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ കാണാനും നമുക്കത് ഒന്നും പറ്റില്ല. അതൊരു ഫ്രീഡം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ കാണാനൊന്നും പറ്റില്ല. നല്ല ഫ്രീഡം ഉണ്ടെന്ന് അറിയാം അല്ലെ?
അതൊക്കെയാണ് ആബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്താ? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ്. ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റോ പേഴ്സണോ അനിമലോ ഏത് ഗ്രൂപ്പ് ആയാലും ആ ഗ്രൂപ്പിലൊരു പേര് നമ്മൾ കൊടുക്കുമല്ലോ അല്ലേ? അതിന്റെ എക്സാമ്പിൾ ഫാമിലി, അത്രയും ചിന്തിച്ചാൽ മതി. അത് നമ്മുടെ ഗ്രൂപ്പ് അല്ലേ? വീട്ടിലുണ്ടാവുന്ന അംഗങ്ങളെ എല്ലാവരും കൂട്ടിയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. അതാണ് കളക്റ്റീവ് നൗൺ. സിമ്പിൾ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആ വീട് കാണാൻ നിങ്ങൾക്ക് ചിന്തിക്കണം. ക്ലാസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതാണ്. അപ്പൊ അതൊരു കളക്റ്റീവ് നൗൺ ആണ് അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞതല്ലേ, ഇനി അത് പറയണോ? വേണ്ട, പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ. എന്താ കൗണ്ടബിളും ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ കൗണ്ടബിൾ എന്താ എണ്ണാൻ പറ്റുന്നത്. എന്ത് കൗണ്ടബിൾ നൗണായിട്ട് കൂട്ടാൻ പറ്റും അല്ലേ? അതുപോലെ അൺകൗണ്ടബിൾ നൗൺ എന്തോ? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഇടൂലേ ക്ലാസ് റൂമില്? റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നലത്തെ ഇട്ടിട്ടില്ലല്ലോ. അയ്യോ നമുക്കറിയില്ല. ഒന്ന് പറയാ. ഓക്കെ, അവരറിയിക്കും കേട്ടോ. ആ ഇതൊക്കെ ഓക്കെ അല്ലേ? കോമ്പൗണ്ട് നൗൺ അറിയാം, അൺകൗണ്ടബിൾ അറിയാം, സിംഗുലർ പ്ലൂറൽ എല്ലാം അറിയാലോ. എല്ലാം മനസ്സിലായില്ലേ? ഇപ്പൊ പിന്നെ നമുക്ക് അടുത്ത പ്രോണൗൺ ആണ്. പ്രോണൗൺ നമുക്ക് നോക്കാം. തുടങ്ങി വെക്കണോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ എന്തോ? അടുത്ത ക്ലാസ്സിൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? നിൽക്കല്ലോ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ, നന്നായിട്ട് എടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലാസ് ഓക്കെ മാം. ഇത് ജസ്റ്റ് നമുക്ക് ഈ ഗ്രാമർ പഠിപ്പിക്കാൻ മാത്രമല്ല, സ്പോക്കൺ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും സ്പോക്കൺ ഉണ്ട്. നമുക്ക് ക്ലാസ്സിൽ ഒരു ക്ലാസ് ഗ്രാമർ ആണെങ്കിൽ ഒരു ക്ലാസ് സ്പോക്കൺ ആയിരിക്കും. ഓക്കെ. മാം ഈ പ്ലൂറൽ ഒന്ന് പറഞ്ഞുതരാമോ? പ്ലൂറൽ മീൻസ് ബഹുവചനം. ബഹുവചനം എന്ന് വെച്ചാൽ ഇപ്പോ ഒരു ആൺകുട്ടി സിംഗുലർ അല്ലേ? അപ്പൊ ആൺകുട്ടികൾ എന്ന് പറയണമെങ്കിൽ പ്ലൂറലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരില്ല അതിനകത്ത് അല്ലേ? അത് പ്ലൂറലാണ്. പെൺകുട്ടി അല്ലേ? പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴോ മലയാളത്തിൽ നമ്മൾ പെൺകുട്ടികൾ എന്നൊക്കെ പറയില്ലേ? അത്രേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ വരുമ്പോ സിംഗുലറും പ്ലൂറലാവുന്നു. അത്രേ ഉള്ളൂ. മാം ഇത് എക്സാമിന് വരുമ്പോ ഇങ്ങനെ ഓരോന്നും ബ്രാക്കറ്റ് അങ്ങനെ ആയിട്ട് വരല്ലേ? അന്നേരം നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവൂലേ? അതങ്ങനെ ഇതിപ്പോ ഇംഗ്ലീഷ് ഗ്രാമറിൽ ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ്. തീരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതിന് വലുത് വരാനുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് പഠിക്കുമ്പോ ഇതൊക്കെ ചെറുതാണ്. മനസ്സിലായോ? ഇപ്പൊ നൗണിൽ തന്നെ ഉള്ളതായത് കൊണ്ട് ചെറുതാണ്. അതായത് പ്ലൂറലിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? പ്ലൂറലിൽ സിംഗുലർ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ പഠിപ്പിച്ചേ. അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്ലൂറലും സിംഗുലറും നോക്കാം. എന്താ വേണ്ടേ? ഇപ്പൊ പ്ലൂറൽ നമ്മൾ ഉപയോഗിക്കുമ്പോ ചിലത് ബോയ്സ് ഗേൾസ് എന്നൊക്കെ ഉപയോഗിക്കില്ലേ? അതേപോലെ ഇഎസ് ചേർക്കുന്ന പ്ലൂറൽസ് ഉണ്ട്. ഇംഗ്ലീഷിന് വേറെ എക്സാം ആയിട്ട് വരിക അല്ലെ? ഇതിന്റെ കൂടെ തന്നെയോ? എന്തോ? ഇംഗ്ലീഷിന് സെപ്പറേറ്റ് എക്സാം ആണോ വരിക? അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്താ വേണ്ടേ? പ്ലൂറൽ നോക്കിയാൽ മതിയോ? ഇപ്പോ ബോട്ട്സ്, ഇപ്പോ ഗേൾസ് ബോട്ട് എന്നൊക്കെ പറയും. ബോട്ട്സ് എസ് ചേർക്കുമല്ലോ ഉള്ളൂ. അല്ലാണ്ട് ഇഎസ് വന്നതൊക്കെ ഉണ്ട്. ഇപ്പൊ ഹൗസ് ഒക്കെ ഇഎസ് വരും. ഹൗസേഴ്സ് അല്ലേ? അപ്പൊ ഇഎസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്ലൂറൽ നോക്കണോ? പ്ലൂറൽ നോക്കിയാൽ മതി മാം. പ്ലൂറൽ നോക്കിയാൽ മതി. ഓക്കെ, ഒരു ഐഡിയ ഇല്ലേ പ്ലൂറലിനെ കുറിച്ചപ്പോ? നമുക്ക് എസ് ചേർക്കുന്ന പ്ലൂറൽസ് ഉണ്ട്, ഇഎസ് ചേർക്കുന്ന പ്ലൂറൽസ് ഉണ്ട്. ഇപ്പൊ ബസ് എങ്ങനെ വരും? ബസ്സിന്റെ സ്പെല്ലിംഗ് എന്താ? BUS. അപ്പൊ അതിന്റെ വെറുതെ എസ് ചേർക്കാൻ പറ്റുമോ പ്ലൂറലാക്കണമെങ്കിൽ? ഇഎസ് ചേർക്കണം അല്ലേ?
അതേപോലെ ES ചേർക്കുന്ന പ്ലൂറൽസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ സിറ്റീസ് വരുമ്പോ IES ഒക്കെ ചേർന്നല്ലേ, അത് പ്ലൂറൽ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ബേബിന് എന്താ പറയാ? ബേബീസ് എന്ന് വെറുതെ ചേർക്കാൻ പറ്റുമോ? അതിന്റെ ഒപ്പം IES വരണ്ടേ, എന്നാലേ പ്ലൂറൽ ആവുള്ളൂ അല്ലേ? മനസ്സിലായോ? ഉണ്ടോ? പ്ലൂറൽ ഡൗട്ട് ആണോ എല്ലാവർക്കും? ആണല്ലേ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്ലൂറൽ എടുക്കാം. കുറച്ചൊരു മനസ്സിലാവും. മതിയോ? ഓക്കെ മാം. ഓക്കെ. എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്നല്ലേ? കമ്മ്യൂണിക്കേഷന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് സംസാരിക്കുമ്പോൾ ഗ്രാമർ ചിന്തിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ സംസാരിക്കാൻ കൂടുതലും ഗ്രാമർ ചിന്തിക്കാതെ നമുക്ക് സംസാരിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ? ഓക്കെ മാം. നിങ്ങളെ വീട്ടിലിരിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഗൂഗിൾ ആയാലും നമുക്ക് നോക്കാൻ പറ്റും. അത് മിസ്റ്റേക്ക് ആണോ, ഞാനിപ്പോ സംസാരിച്ചത് തെറ്റാണോ ഇല്ലെന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും അല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ സംസാരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും കമ്മ്യൂണിക്കേറ്റീവ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാമറിനെക്കാളും. കുറച്ചുകൂടി ഗ്രാമർ അറിഞ്ഞിരിക്കണം, പക്ഷെ എന്നാലും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷനിലാണ് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? ബേസിക്സ് ആയ കമ്മ്യൂണിക്കേഷനും എല്ലാം പറയണം. ഗ്രാമർ മനസ്സിലാക്കാം, പക്ഷെ നമുക്ക് സംസാരിക്കുന്ന ഗ്രാമർ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്കത് കിട്ടില്ല. സംസാരിക്കുന്ന ഗ്രാമർ തെറ്റൂ അല്ലെ, എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സംസാരിക്കില്ല. ശരിയല്ലേ? ശരിയാണോ? ആരൊന്നും പറയുന്നില്ല, സംസാരിച്ചോളൂ. അപ്പോ സംസാരിക്കാൻ നമുക്ക് പേടിയുണ്ടോ? ഇഷ്ടാണോ? ആണോ? എന്തോ അല്ലാതെ ചിന്തിക്കുമ്പോ കിട്ടും, എന്താ പറയേണ്ട വേർഡ് എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരു പേടി വന്നിട്ട് അതങ്ങ് ബ്രേക്ക് ആവും. അത് നമുക്ക് എന്തുവാ, നമുക്ക് തെറ്റോടുള്ളൊരു പേടിയാ. പെട്ടെന്ന് പറയണ തെറ്റാണോ എന്നൊക്കെ ഒരു സംശയം വരുമ്പോഴാണ് നമുക്ക് അത് കിട്ടാതെ. പക്ഷെ തെറ്റിയാലും പറയാൻ നോക്കാം. അങ്ങനെ പറഞ്ഞ് നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു സെന്റൻസ് വരെ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിൽ മിസ്റ്റേക്സ് ഉണ്ട്, നമുക്ക് ആ സെന്റൻസ് ഒന്ന് എന്നൊക്കെ ഗൂഗിളിലോ അങ്ങനെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് വേർഡ് കിട്ടും. നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ? ക്ലാരിഫൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. മനസ്സിലായോ? ഓക്കെ. ക്ലാസ് അപ്പൊ കംഫർട്ട് ആയിരുന്നു? എല്ലാവരും റിലാക്സ് ആയിരുന്നോ? ക്ലാസ് അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഇതിന്റെ നോട്ട് ഓൾറെഡി തരൂന്നാണോ പറഞ്ഞേക്കുന്നേ? എല്ലാരും പോയോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ അവര് റെക്കോർഡഡ് ക്ലാസ്സിന്റെ കൂടെ ഇടുന്ന പറഞ്ഞ. കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട് കിട്ടിയില്ലേ അതുപോലെ.
അങ്ങനെ വരുമെന്നാ പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. ഇന്നലത്തെ ക്ലാസ്സിന്റെ വന്നില്ലല്ലോ, ലൈവ് വന്നില്ലല്ലോ, റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ലല്ലോ. ഇന്നലത്തെ ക്ലാസ്സിന്റെ വന്നിട്ടില്ല, കഴിഞ്ഞ വീക്കില് വന്നിട്ടുണ്ട് എല്ലാത്തിന്റെയും. അതും ക്ലാസ്സുകളും വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെ ആ നോട്ടും നോട്ട്. പിന്നെ ടെസ്റ്റ് പേപ്പറും വന്നിട്ടുണ്ട്. ആ ഓക്കെ. ഇതിന്റെ ബാക്കിയായിട്ട് എഴുതിയാമെന്നല്ല ടീച്ചർ പറഞ്ഞേ. ഇപ്പൊ ആ നോട്ട് ഇംഗ്ലീഷിന്റെ അർച്ചനൻസ് പഠിപ്പിച്ചതിന്റെ ബാക്കിയായിട്ട്. അതെ, ഇനി അർച്ചന മിസ് എടുക്കില്ല എന്നാണ് തോന്നുന്നു പറഞ്ഞത്. ഇനി ഈ മിസ്സിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഈ മിസ്സിന്റെ പേര് അശ്വതി. ആദ്യത്തെ ക്ലാസ് എടുത്തത് അർച്ചന മാം. ആ അർച്ചന മാം, അതാ ഞാൻ ചോദിച്ചത്.